ബ്രേക്കിംഗ് വാർത്തയാണ്. സ്ഥാനാർത്ഥി ആയപ്പോൾ പാർട്ടിയിൽ നിന്ന് ചതി നേരിട്ടെന്നാണ് പറയുന്നത്. മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ PK ജയലക്ഷ്മി മുന്നണിക്കകത്ത് നിന്ന് തന്നെ ചതി നേരിട്ടു. വയനാട് മാനന്തവാടിയിൽ UDF സ്ഥാനാർത്ഥി ഉഷാ വിജയന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിടെയായിരുന്നു ഈ തുറന്നുപറച്ചിൽ. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. ഒരുപാട് ചതികൾ ഒരുക്കി തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിൽ ഓരോ വീടുകളിലും കയറി ചെന്ന് PK ജയലക്ഷ്മിക്ക് വോട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞ ആളുകളടക്കമുണ്ട്. ഞാൻ അവരുടെ പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. ഞാൻ ഇതൊക്കെ സൂചിപ്പിച്ചത് ഇനി അത്തരത്തിലുള്ള ചതി ഒരു പാവപ്പെട്ട സഹോദരിയെ എനിക്കുണ്ടായ ഒരു അനുഭവം അന്ന് PK ജയലക്ഷ്മി മാത്രമല്ല UDFന്റെ സ്ഥാനാർത്ഥിയാണ്. കാളിദാസൻ ദേവത്വം വയനാട് ചെയ്തു. കാളിദാസൻ മത്സരിച്ച ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ യുവജനക്ഷേമ മന്ത്രിയായതാണ്. പക്ഷേ രണ്ടാമത് മത്സരിച്ചപ്പോൾ തോറ്റു. അന്ന് തന്നെ ചില ഗ്രൂപ്പ് പോരുകൾ, ആഭ്യന്തര പോരുകളൊന്ന് ആരോപണം ഉയരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് ജയലക്ഷ്മി തുറന്നു പറച്ചിൽ നടത്തുന്നത്. തുറന്നു പറച്ചിലിന് കാരണം സമാന അനുഭവം ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകരുതെന്ന അഭ്യർത്ഥന കൂടി മാനിച്ചാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് അല്പം വൈകാരികമായാണെങ്കിലും PK ജയലക്ഷ്മി പറയുന്നു? സുഹൈൽ, ദിൽന, കഴിഞ്ഞ ദിവസമാണ് ഈ വെള്ളമുണ്ട പഞ്ചായത്തിൽ മാനന്തവാടി UDF സ്ഥാനാർത്ഥി ഉഷാ വിജയന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നത്. അവിടെ അതിഥിയായി ആ ഒരു സമ്മേളനത്തിൽ, ആ ഒരു കൺവെൻഷനിൽ പങ്കെടുക്കാനായി എത്തിയതായിരുന്നു മുൻ മന്ത്രി PK ജയലക്ഷ്മി. മാനന്തവാടിയുടെ കോൺഗ്രസിന്റെ സമുന്നതയായ നേതാവാണ്. അപ്പോൾ ആ PK ജയലക്ഷ്മിയാണ്, മുൻ മന്ത്രിയാണ്, ഇത്തരത്തിലൊരു തുറന്നു പറച്ചിൽ, അതായത് പാർട്ടിക്കകത്ത് നിന്ന് വലിയൊരു ചതി നേരിട്ടു. അതായത് സ്ഥാനാർത്ഥി ആയിരുന്ന സമയത്ത് നമുക്കറിയാം 2011 മുതൽ അവിടെ മാനന്തവാടി MLA ആയിരുന്നു. പിന്നീട് മന്ത്രിയായി 2016 എത്തിയപ്പോൾ OR കേളുവിനോട് തോൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്നാൽ ഈ തോൽവിയൊക്കെ ഒരു ഗ്രൂപ്പ് തർക്കം മൂലമാണ് ഇത്തരത്തിലൊരു തോൽവി ഉണ്ടായതെന്നുള്ളത് നേരത്തെ തന്നെ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ആ അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ് ഈ ഒരു തുറന്നു പറച്ചിൽ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് പാർട്ടിയിൽ നിന്ന്, മുന്നണിയിൽ നിന്ന് വലിയ രീതിയിൽ ചതി അനുഭവപ്പെട്ടു. പ്രവർത്തകർ പോലും, തന്റെ ഒപ്പം ഉണ്ടായിരുന്ന പ്രവർത്തകർ പോലും, UDF പ്രവർത്തകർ പോലും തോൽവിക്ക് എന്തൊക്കെ ആരോപണങ്ങളൊക്കെ ഉയർത്തുന്ന പതിവാണ്. അത്തരത്തിൽ തുറന്നു പറച്ചിലുണ്ടാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.